എല്ലാം റെഡിയാക്കിയ ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറിയാട്ടെ. എടാ പരമേ, നീ എന്താണ്ട് അമ്മയ്ക്ക് വിരോധമായിട്ട് ചെയ്യണേ? അമ്മേ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവര് തരില്ലേ? എന്താ പരമോ അഡ്വാൻസിന്റെ കാര്യം? എത്രയാ വേണ്ടത്? അതിപ്പോ ഒരു 3 മാസമെങ്കിലും വേണം. ഇതിപ്പോ അഡ്വാൻസ് ആയി, ഇനി ബ്രോക്കറേജ്. ബ്രോക്കറേജ്? അതെ, ഇതിപ്പോ ടൗണിലാണെങ്കിൽ ഒരു മാസത്തെ വാടകയാണ് ബ്രോക്കറേജ്. നമ്മൾ തമ്മിലായതുകൊണ്ട് പകുതി മതി. ഇത് ഞാൻ വെറുതെ അവരല്ല, മാഷോട് വെച്ച് നോക്കൂ, അങ്ങനെ നടപ്പില്ലേന്ന്. അതൊക്കെ നടപ്പുണ്ട്, പക്ഷെ ഇത് പരമൂല്യ വീടല്ലേ മാഷെ. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. ബ്രോക്കറേജിന്റെ കാര്യത്തിൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ ഈ കണ്ടോന്നല്ല കാര്യം, അമ്മയുടെ മുമ്പിൽ ഇല വിറക്കും പോലെ വിറക്കും ഞാൻ. ഇനി അത് വേണ്ട, ഞാൻ എടുത്തു വെച്ചോളാം. അതിന് പ്രത്യേക കൂലിയൊന്നും വേണ്ടാന്ന്, ഒരു മനുഷ്യത്വ. അയ്യോ അത് വേണ്ടമേ, ഞാൻ എടുത്തു വെച്ചോളാം. ഇതുപോലെ എറിപോലെ ഞാൻ. അമ്മ മരിച്ചിട്ടും 6 കൊല്ലം കൂടി ഞാൻ തറവാട്ടിൽ നിന്നു മാഷെ. പിന്നെ അതിൽ കൂടുതൽ സഹിക്കാൻ വയ്യാതായി നാട് വിട്ടു. മരിക്കുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞിരുന്നു, എല്ലാ വഴിയും മുട്ടിയാൽ മാഷ വന്ന് കാണാൻ. നാട് വിട്ടപ്പോ എന്തേ നേരെ ഇങ്ങോട്ട് വന്നില്ല? അന്ന് എവിടെയെങ്കിലും ആവുന്നത്ര ദൂരം പോയി രക്ഷപ്പെടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജീവിതം അത്രയ്ക്ക് മടുത്തിരുന്നു മാഷ. എന്നിട്ട് അവിടെ നിന്നും തോറ്റു മടങ്ങേണ്ടി വന്നു. ഏതോ ആരും ഒന്നിൽ നിന്നും രക്ഷപ്പെടാറില്ലടോ, അവനവനിൽ നിന്ന് പോലും. ആനന്ദം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. അന്തപ്പായി കച്ചവടം കഴിഞ്ഞ് മടങ്ങുക. ഈ പാട്ടും വീറുമെല്ലാം പടിവാതിൽ വരെ കാണും. കെട്ടിയോടെ കണ്ടാ ഫ്യൂസ് ഊരിയ പോലെയാണ്. ഞാൻ വരട്ടെ സേതു, വർത്താനം പറഞ്ഞു നേരെ ഒരുപാടായി. ആ പൊയ്ക്കോ. ലോകത്തിൽ പല അതിശയമായൊരു ഉള്ളൊരു ദേശമതേ മോനെ സേതു, നീ എവിടെ എന്തെടുക്കാ മോനെ? വേണ്ട മോനെ, ഒരു തുമ്പി പിടിക്കാൻ പോലും അമ്മ സമ്മതിക്കില്ല. അതിനെ ഉപദ്രവിക്കല്ലേ, അത് നിന്നെ പോലെ ഒരു ജീവിയല്ലേ മോനെ, അതിന് നോവില്ലേ? You bastard! നമസ്കാരം. പഞ്ചാബിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നെന്ന് കുമാരൻ മാഷ് പറഞ്ഞിരുന്നു. എന്നാൽ ഹസ്തരേഖാജ്ഞാനം കൂടി ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. സേതുമാധവ കുറുപ്പിന് എന്നെ മനസ്സിലായില്ല അല്ലേ? ഭാർഗവൻ പിള്ള, മെമ്പർ ഭാർഗവൻ പിള്ള എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. പഞ്ചായത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയറി വന്നു, മെമ്പറായി. ജനസേവനത്തിന് പറ്റിയാലെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ ആ പേരുദോഷം മാറി. ഇങ്ങോട്ടിരിക്കാം. താമസത്തിന്റെ കാര്യം ശരിയായി. ഇനി ഒരു തൊഴിൽ അല്ലേ? കുമാരൻ മാഷ് പറഞ്ഞായിരുന്നു. അറിയാവുന്ന തൊഴിൽ ഹോട്ടൽ ബിസിനസ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. വിടണ്ട. പിന്നെ പഞ്ചാബിലെ പോലെ വലിയ കച്ചവടമൊന്നും ഇവിടെ കിട്ടത്തില്ല. കൊലപാതകങ്ങളും കുറവാ. നിരാശപ്പെടണ്ട. ഈ കരയില് ഇപ്പൊ ഒരൊറ്റ ചായക്കട പോലും. അയ്യപ്പൻ പിള്ളേരുടെ ഒരു കടയുണ്ടായിരുന്നു. കഴിഞ്ഞ വിളക്കിന് മലയ്ക്ക് പോയതാ, മടങ്ങി വന്നിട്ടില്ല. പുലി പിടിച്ചതാണെന്ന് ഒരു ശ്രുതി.
അതല്ല, ആ പേരിൽ മുങ്ങി നടന്ന വേറൊരു ചുണ്ട്. അതെന്താ? ആ പെമ്മക്കരട്ടല്ലേ അയ്യപ്പൻ പിള്ളക്ക്. മുങ്ങാതെ തരവുണ്ടോ? ആ കട ഇപ്പം പൂട്ടിക്കിടക്ക്. ചായക്കടയുടെ സകല സാമഗ്രികളും അവിടെ ഉണ്ട്. വല്ലതും കൊടുത്താൽ അതിങ്ങോട്ട് എടുക്കാം. അവർക്കൊരു സഹായമാവും. എന്താ? ഭാർഗവൻ പിള്ള ചേട്ടന്റെ ഇഷ്ടം. വെറും ഭാർഗവൻ പിള്ളയല്ല, മെമ്പർ ഭാർഗവൻ പിള്ള. പ്രിയപ്പെട്ട ചെറുകര നിവാസികളെ, നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ഈ കുമാരൻ മാസ്റ്ററെ അനുഗ്രഹിച്ചതോടുകൂടി ഈ ഹോട്ടലിന്റെ ഔപചാരികമായ കർമ്മം, ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കാൻ പോകുകയാണ്. ഇങ്ങനെ ഒരു ഹോട്ടൽ ഈ നാട്ടിൽ ഉണ്ടാകുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് സുലഭമായി ലഭിക്കുക എന്നൊക്കെ പറയുന്നത് മെമ്പറെ സാധാരണ നിലയിലും മതി. അയ്യോ, ഭാഷകൾ മിണ്ടാതിരിക്കുവായിരിക്കില്ലേ? അങ്ങനെ തന്നെ വരണം. കൈ നീട്ടിക്കേ. ആ പൈസയാ? വേണ്ട മാഷെ. വേണം വേണം. സർക്കാരും കച്ചവടവും ഒരുമിച്ച് നടക്കൂല. എനിക്കെന്ന് മാത്രമല്ല, ഇവന് വരെ കാശ് വാങ്ങിച്ചിട്ട് മതി എന്തും. ദിവസവും രാവിലെ പച്ചക്കറി ഇവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ രാവിലെയും വൈകിട്ടും പാല് ആലീസും കൊണ്ടുതരും. ഈ പച്ചക്കറി ഇതും പാലൊന്നും പറഞ്ഞ് ഈ പെട്ടിയിൽ വീഴുന്ന കാശൊക്കെ ഇയാളങ്ങ് കൊണ്ടുപോകല്ലോ. അപ്പൊ എന്റെ വാടകയോ? എന്നാലും ഇയാൾ വല്ല ബാങ്ക് കുത്തിപ്പൊളിക്കാൻ പോ. ഇങ്ങനെ ഉണ്ടോ കാശിനോട് ഒരു ആർത്തി? എന്റെ കർത്താവേ, ഈ തള്ളെ സമ്മതിക്കണം. അങ്ങനെ പറയടാ അന്തപ്പായി. ഇനി ഒരു മോഹം കൂടി ബാക്കിയുണ്ട് മാഷെ. ഒന്നേ ഉള്ളോ? അത്രേ ഉള്ളൂ, ഒരൊറ്റ മോഹം. കോയിക്കല മാധവക്കുറുപ്പിന്റെ പ്രതാപത്തിന്റെ നേർക്ക് ഒന്ന് കാറിത്തുപ്പണം. 2 വാക്ക് പറയണം. എല്ലാവരുടെയും ആഗ്രഹം അതാണോ? അമ്മാവന്റെ മുഖത്ത് നോക്കി 2 വാക്ക് പറയാറാകുക. പക്ഷേ ഈശ്വരൻ ചോദിച്ചു കഴിഞ്ഞിടത്ത് തായിനി എന്തോ ചോദിക്കാനാ? അതെന്താ? വേണ്ടാന്ന് വെച്ച് പറയാതിരുന്നതാ. എന്തിന് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം? മാധവക്കുറുപ്പിന്റെ പഴയ പ്രതാപമെല്ലാം തീർന്നടോ. കേസും വ്യവഹാരവുമായി എല്ലാം മുടിച്ചു. അതിനു മുൻപേ മരുമാൻ ചെറുക്കൻ പെണ്ണിനെ കൊണ്ട് തറവാട്ട് സ്വത്ത് എഴുതി വാങ്ങിച്ചു. കേച്ചേരിയുടെ തായ്വഴിയല്ലേ കുട്ടിക്കൃഷ്ണൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത വർഗം. തറവാടും കൈവിട്ടോ? ഇവന്നേ 10,000 ഉറുപ്പ്യ കൂടുതൽ വില പറഞ്ഞപ്പോ ആലപ്പുഴക്കാരുണ്ട് ക്രിസ്ത്യാനിക്കവൻ മറച്ചു വിറ്റു. അമ്മയുടെ അസ്ഥിത്തറ അവിടെയായിരുന്നു. ഏതു വിധിയെ തടുക്കാൻ പറ്റൂല. തനിക്കറിയാമോ, മാധവക്കുറുപ്പ് ഇപ്പൊ അമ്പലത്തിലെ ഊട്ടുവരയിലാ കിടപ്പ്. കോടതി വരാന്തയിൽ സാക്ഷി ഒപ്പിടാൻ നിൽക്കും. വല്ലവരും കൊടുക്കുന്ന ദക്ഷിണ അത് മാത്രമാണ് ഇപ്പൊ ഏക വരുമാനം. വല്ലപ്പോഴും മകളെ കാണാൻ ഇതിലെ പോകുന്നത് കാണാം. അതും കുട്ടിക്കൃഷ്ണൻ ഇല്ലാത്ത സമയം നോക്കി. അതെന്താ? കേച്ചേരി താഴ്വഴിയുടെ ഗുണം അവൻ കണ്ടാൽ ആട്ടി ഇറക്കും. അതൊക്കെ മറന്നു കളസ് ചെയ്തു. കൊഴിഞ്ഞു വീഴുന്ന ഇലയെല്ലാം വളമാകട്ടോ. ചായക്കടവും പച്ച പിടിപ്പിക്കും. എന്നിട്ട് ഇത്ര മണ്ണ് സ്വന്തമാക്കാൻ നോക്ക്. പിന്നെ ജീവിതത്തിലൊരു കൂട്ട്. ഞാൻ പോട്ടടോ. ഇനിയും താമസിച്ചാൽ ഈ വയസ്സുകാലത്ത് അക്കരെ പറ്റാൻ ഞാൻ തന്നെ തുഴയേണ്ടി വരും.